അപ്പം ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തു. ആ സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു, ഒരു വോൾട്ടേജിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് അന്നേരം വീഡിയോ പൂർണ്ണമായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മൾ സൂര്യനെന്ന് പറഞ്ഞു. സൂര്യപ്രകാശം ഭൂമിയിൽ എത്തിച്ചേരാൻ വേണ്ടുന്ന സമയം എത്രയാണെന്ന് അറിയാമോ? 8.2 മിനിറ്റാണ്. The time taken for reach the sunlight in earth. Answer 8.2 minutes or 500 seconds. 500 seconds 500 സെക്കൻഡ് അല്ലെങ്കിൽ 8.2 മിനിറ്റ്. അതുപോലെ ചന്ദ്രപ്രകാശം ഭൂമിയിൽ എത്തിച്ചേരാൻ ആവശ്യമായ സമയം എത്രയാണ്? 1.3 സെക്കൻഡ്. The time taken for reach the moonlight in earth. Answer 1.3 സെക്കൻഡ്. അതുപോലെ തന്നെ ടാക്കിയോണുകൾ എന്ന് പറയാൻ എന്താണ്? പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങളാണെന്ത്? ടാക്കിയോണുകൾ. ദ ഫാസ്റ്റർ പാർട്ടിക്കിൾ മൂവിങ് ഫാസ്റ്റർ ദാൻ ലൈറ്റ്. ദ പാർട്ടിക്കിൾ മൂവിങ് ഫാസ്റ്റർ ദാൻ ലൈറ്റ്. ആൻസർ എന്താണ്? ടാക്കിയോൺസ്. ടാക്കിയോണുകളെ കണ്ടെത്തിയത് ആരാണെന്നറിയാമോ? ടാക്കിയോണുകളെ കണ്ടെത്തിയത് ECG സുദർശൻ ആണ്. ടാക്കിയോൺസ് വാസ് ഡിസ്കവേർഡ് ബൈ. ആൻസർ ECG സുദർശൻ. ടാക്കിയോൺസ് വാസ് ഡിസ്കവേർഡ് ബൈ ECG സുദർശൻ. അതുപോലെ തന്നെ മഴവില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണനമാണ്. പ്രകീർണനമാണ്. അതുപോലെ ഇംഗ്ലീഷാണ് ഡിസ്പേർഷൻ. പ്രകീർണനത്തിന് ഇംഗ്ലീഷാണ് ഡിസ്പേർഷൻ. ദ ഫോർമേഷൻ ഓഫ് റെയിൻബോ ഡ്യൂ ടു ഡിസ്പേർഷൻ. ഫോർമേഷൻ ഓഫ് റെയിൻബോ ഡ്യൂ ടു ഡിസ്പേർഷൻ. ഡ്യൂ ടു ലൈറ്റ് ഡിസ്പേർഷൻ ആണ്. പ്രകാശ പ്രകീർണനമാണ്. ഫോർമേഷൻ ഓഫ് റെയിൻബോ ഡ്യൂ ടു ലൈറ്റ് ഡിസ്പേർഷൻ. പ്രകാശ പ്രകീർണനം കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? മഴവില്ലുണ്ടാകുന്നത്. മഴവില്ലിൻ്റെ ഏറ്റവും മുകളിലുള്ള നിറം ഏതാണ്? ചുവപ്പാണ്. മഴവില്ലിൻ്റെ ഏറ്റവും മുകളിലുള്ള നിറം. ആൻസർ ചുവപ്പ്. ടോപ്പസ്റ്റ് കളർ ഓഫ് ദ റെയിൻബോ. ആൻസർ റെഡ്. മഴവില്ലിൻ്റെ ഏറ്റവും താഴെയുള്ള നിറം എന്താണ്? വയലറ്റ് ആണ്. ഏറ്റവും താഴെയുള്ളതാണ് കേട്ടോ. ബോട്ടം കളർ ഓഫ് ദ റെയിൻബോ. ആൻസർ എന്താണ്? വയലറ്റ്. ബോട്ടം കളർ ഓഫ് ദ റെയിൻബോ. ആൻസർ വയലറ്റ്. റെഡിന്റെ പ്രത്യേകത എന്താണ്? റെഡിന് തരംഗദൈർഘ്യം കൂടുതലാണ്. ചുവപ്പിന് തരംഗദൈർഘ്യം കൂടുതലാണ്. ദ കളർ റെഡ് ഹാസ് മോസ്റ്റ് വേവ് ലെങ്ത്. ദ കളർ റെഡ് ഹാസ് മോസ്റ്റ് വേവ് ലെങ്ത്. ദ കളർ വയലറ്റ് ഹാസ് ലീസ്റ്റ് വേവ് ലെങ്ത്. വയലറ്റിന് എന്താണ്? തരംഗദൈർഘ്യം തീരെ കുറവാണ്. അതുപോലെ തന്നെയാണ് ചുവപ്പിന് ആവൃത്തി എന്താണ്? തീരെ കുറവാണ്. ദ കളർ റെഡ് ഹാസ് ലീസ്റ്റ് ഫ്രീക്വൻസി. ദ കളർ വയലറ്റ് ഹാസ് ഹയസ്റ്റ് ഫ്രീക്വൻസി. അതുപോലെ തന്നെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആവൃത്തിയും തരംഗദൈർഘ്യവും ഏതനുപാതത്തിലാണ്? ആവൃത്തിയും തരംഗദൈർഘ്യവും വിപരീത അനുപാതത്തിലാണ്. Wavelength is inversely proportional to frequency. തരംഗദൈർഘ്യം ആവൃത്തി ഏതനുപാതത്തിലാണ്? തരംഗദൈർഘ്യം ആവൃത്തി വിപരീത അനുപാതത്തിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മഴവില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കടലിൻ്റെ നീലയ്ക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? കടലിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? സ്കാറ്ററിംഗ് ആണ്, അല്ലെങ്കിൽ വിസരണമാണ്. ബ്ലൂ കളർ ഓഫ് ദ സീ ഡ്യൂ ടു ദ ലൈറ്റ് സ്കാറ്ററിംഗ്. പ്രകാശത്തിന്റെ വിസരണം മൂലമാണ് എന്തുണ്ടാകുന്നത്? ആകാശത്തിന് നീലനിറത്തിന് കാരണം. ഒരു കടലിന്റെ നീലനിറത്തിന് കാരണം എന്താണ്? ബ്ലൂ കളർ ഓഫ് ദ സീ ഡ്യൂ ടു ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. അത് എന്ത് തന്നെയാണ്? പ്രകാശ വിസരണം മൂലമാണ് എന്തുണ്ടാകുന്നത്?
കടലിൻ്റെ നീലനിറത്തിനും കാരണം. ആ കടലിൻ്റെ നീലനിറത്തെക്കുറിച്ച് വിശദീകരിച്ചത് ആരാണ്? കടലിൻ്റെ നീലനിറത്തെക്കുറിച്ച് വിശദീകരിച്ചു ആരാണ്? CV രാമൻ. CV രാമനാണ് കടലിൻ്റെ നീലനിറത്തെക്കുറിച്ച് വിശദീകരിച്ചത്. കേട്ടോ, ഓർത്ത് വെച്ചോ. അത് CV രാമൻ ഡിസ്ക്രൈബ്ഡ് ദ ബ്ലൂ കളർ ഓഫ് ദ സീ. കടലിൻ്റെ നീലനിറത്തെക്കുറിച്ച് ആര് വിശദീകരിച്ചു? CV രാമൻ വിശദീകരിച്ചു. അതുപോലെ തന്നെ ആകാശ നീലിമയെക്കുറിച്ച് വിശദീകരിച്ചതാരാണ്? റെയ്ലി പ്രഭു ഡിസ്ക്രൈബ്ഡ് ബ്ലൂ കളർ ഓഫ് ദ സ്കൈ. ആകാശ നീലിമയെക്കുറിച്ച് വിശദീകരിച്ചതാരാണ്? റെയ്ലി പ്രഭുവാണ്. ആരാണ്? റെയ്ലി പ്രഭുവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഒരു രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചതാരാണ്? CV രാമനാണ്. രാമൻ എഫക്റ്റ് വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ ആരാണ്? CV രാമൻ. രാമൻ എഫക്റ്റ് വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ ആരാണ്? CV രാമനാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ സ്ഥാപിച്ചതാരാണ്? CV രാമൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരുവിൽ സ്ഥാപിച്ചു. ആൻസർ CV രാമൻ. CV രാമൻ ഫൗണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അറ്റ് ബാംഗ്ലൂർ. ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചതാരാണ്? CV രാമനാണ്. അപ്പം ഞാൻ ഇന്നോട് വന്നത് പുതിയകാവ് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? മോസ്റ്റ് യൂസ്ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. LLB എൻട്രൻസ് സ്റ്റുഡൻസിന് മാത്രമല്ല, മത്സര പരീക്ഷ എഴുതുന്ന ഏവർക്കും ഈ ക്വസ്റ്റ്യൻസ് ഉപകാരപ്രദമാണ്. വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ തുടർച്ചയായിട്ട് കാണുക. തുടർച്ചയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഇത് കാണുന്നവർക്ക് എന്തെങ്കിലും പ്രയോജനപ്രദമാവുകയുള്ളൂ കേട്ടോ. വീഡിയോ കാണുന്നവർ വീഡിയോ തുടർച്ചയായിട്ട് കാണുക.